നമസ്കാരം കൂട്ടുകാരെ, എന്നോട് വിശേഷമൊക്കെ. അപ്പോൾ ട്രാവലിംഗ് ദിവസത്തിൻ്റെ പൊൻകുന്ന പാർട്ട് 1 നമ്മൾ ചെയ്തായിരുന്നു. ഇത് പാർട്ട് 2 ആണ്. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പൊൻകുന്നത്തിൻ്റെ കവാടമായ, അത് കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൽ വരുമ്പോൾ കവാടമായ 20-ാം മൈലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ പൊൻകുന്നം ടൗണിലേക്ക് പോവുകയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു പരസ്യചിത്രം മാത്രമല്ല. നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. ചിലപ്പോൾ പൊൻകുന്നക്കാലത്ത് തന്നെ ഇവിടെ ഇങ്ങനെ സ്ഥാപനം ഉണ്ടോ എന്നൊരു ചിന്ത വരും ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന സ്ഥാപനം കാണുന്നത്. കാരണം അവിടുത്തെ ഫെസിലിറ്റീസ്, നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും ഫെസിലിറ്റിയുള്ള, അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റികളുള്ള, ഇത്രയും സർവീസുകളുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഈ എപ്പിസോഡ് കാണണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിലുപരി നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട കമൻറ്റുകൾ ഇടണം. അത് എന്ത് തന്നെ ആയാലും ഞങ്ങൾ തയ്ച്ചോളാം. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ ചാനലിൻ്റെ വളർച്ച. നമുക്കിത് പൊൻകുന്നം ടൗണിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പൊൻകുന്നത്തിൻ്റെ കൂട്ടുകാരാണ്, നമ്മുടെ വർഷങ്ങളായിട്ട് ഇവിടെ ജനിച്ചു വരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ പൊൻകുന്നത്തിൻ്റെ ഇരാമലിലെ പള്ളിയാണ്. എന്താണ് വിശേഷമൊക്കെ? നല്ല വിശേഷം. പൊൻകുന്നത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇതിനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളത്. സമാധാനവും സന്തോഷമായിട്ട് പോകുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉള്ളത്. മതസ്പർദ്ധയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച്. പൊൻകുന്നത്ത് വന്ന് താമസിക്കുന്നവർക്ക് ഭയങ്കര കയറ്റം അതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോ? അത് ഇപ്പൊ ഞാൻ പറയുന്നത്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അല്ലേ അത് ചേരി കേട്ടു. നമ്മുടെ നാടിന്റെ ഗുണമാണ്. ഞാനും പുറത്തുനിന്ന് വന്നവനാണ്. ഞാനും ഇവിടെ താമസിക്കുന്ന നല്ല രീതിയിൽ. അവിടുന്ന് വരുമ്പോ കേട്ട്, മണിമലന്ന് വരുമ്പോ കേട്ട്, കോളനി വരുമ്പോ കേട്ട്, ഈ പൊക്കപ്പുറത്തിരിക്കുന്ന സ്ഥലമാണ് പൊൻകുന്നം. ഒരു സ്ഥലമാണ്. കേട്ടങ്ങളെല്ലാം കൂടെ സംഘടിപ്പിക്കുന്ന ഒരു കുന്നാണ്. മുകളിലാണ് നമ്മുടെ ഇരിക്കുന്നത്. ഒരു പൊന്നിന്റെ മുകളിലാണ്. എല്ലാവർക്കും ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല രീതിയിൽ ജീവിക്കാവുന്ന ഒരു നാട് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആൾക്കാർ വന്നോണ്ടിരിക്കുക ഇവിടെ. വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞിട്ട് ആൾക്കാർ കയറി വന്നോണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ പൊൻകുന്നത്തിന്റെ ചങ്കുകളാണ്. ഇത് അണച്ചിരിക്കുന്നത്. ഈ പൊൻകുന്നത്തിനെ കുറിച്ചാണ് എനിക്ക് 2 വാക്ക് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ്, നമ്മുടെ ഇവിടെ ഇരാമയിൽ പള്ളിയിലെ ഉസ്താദ്, കുട്ടികൾക്കൊക്കെ മതപഠന ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന നമ്മുടെ ഉസ്താദ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉസ്താദിന്റെ പേര് ഹിദായത്തുള്ള. ഇവിടെ പൊൻകുന്നക്കാരനാണോ? എൻ്റെ വീട് കാഞ്ഞാറ്. ഓക്കെ. അപ്പോൾ പൊൻകുന്നത്ത് വന്നിട്ട് എത്ര ആളായി? ഇവിടെ വന്നിട്ട് ഏകദേശം 7 വർഷമായി. 7 വർഷമായി. സംബന്ധിച്ചിടത്തോളം 7 വർഷം മുമ്പേ പരിചയമുണ്ട്. വാപ്പായും അതുപോലെ നമ്മുടെ കുടുംബക്കാരെല്ലാം നാട്ടിലെ അംഗങ്ങളെ പോലെ ആയിരുന്നു. നല്ല ആളുകളല്ലായിരുന്നു. നമ്മുടെ പൊൻകുന്നത്തിന്റെ വേറൊരു ചങ്കിനെ കിട്ടിയിരിക്കുകയാണ്. അതെ. എന്നാണ് വിശേഷങ്ങളൊന്നും ഇല്ല, സുഖമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. മഴയുണ്ട്. പള്ളി വന്നാണ്. അപ്പം നമ്മുടെ പൊൻകുന്നത്തിനെ കുറിച്ച് 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? പൊൻകുന്നത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പൊൻകുന്നത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ, പൊൻകുന്നത്ത് ശാന്തിയും സമാധാനവും എല്ലാം നല്ല രീതിയിൽ, അതായത് എല്ലാ ജനങ്ങളും എല്ലാ വിഭാഗക്കാരും ഒരുപോലെ ഒത്തൊരുമിച്ച് പോകുന്ന ഒരു നാടാണ് നമ്മുടെ പൊൻകുന്നം. ഇത് ഈ കുന്നുംപുറത്തിരിക്കുന്നതാണോ പൊൻകുന്നം? കുന്നും പുറത്തായതുകൊണ്ടാണ് പൊന്നു വളയുന്ന ഒരു കുന്നാണ് ഇവിടെ. അതെ. അതുകൊണ്ടാണ് ഈ പൊൻകുന്നം എന്നുള്ള ഒരു ഇത് വന്നിരിക്കുന്നത്. സാധനങ്ങളുടെ വിലക്കയറ്റത്തെ കുറിച്ച് നമുക്ക് കണ്ടെത്തിയത്. കാരണം ഇദ്ദേഹം ഒരു ബിസിനസ്മാനാണ്, നമ്മുടെ പൊൻകുന്നത്തുള്ള ഒരു കച്ചവടക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് തന്നെ ഉത്തരം പറയും. അപ്പം സാധനങ്ങളുടെ വിലക്കയറ്റം ജനങ്ങളെ നല്ല സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് 1000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവന് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ 1000 രൂപയും കൊണ്ട് അവൻ്റെ വീട് കഴിയണമെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. 2 കുട്ടികൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാം കൊണ്ടും അവർ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇനി കയറാൻ പോകുന്നത് കൊച്ചിൻ സാനിവേഴ്സ് എന്ന് പറഞ്ഞ പൊൻകുന്നത്ത് ഏറ്റവും പ്രശസ്തമായ ടൈൽസിൻ്റെ ഡിസ്പ്ലേ ഉള്ള 7ഓളം ബ്രാഞ്ചുകളുള്ള ഒരു കടയിലേക്ക് ഇടവാ. അവിടെ ചെന്നിട്ട് വിശദമായിട്ട് നമുക്ക് കാണിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ കൊച്ചിൻ സാനിവേഴ്സ് എന്ന ടൈൽസ് ഷോപ്പിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. നോക്കുക, ഇഷ്ടം പോലെ വെറൈറ്റി ടൈൽസുകളാണ്. ഒരു വീട് വെക്കുമ്പോൾ അതിനകത്ത് ഏത് റൂമാണോ, ബാത്റൂമാണോ, ബെഡ്റൂമാണോ, ഡൈനിങ് ഹാളാണോ, കിച്ചണാണോ, അതിനകത്ത് പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട്
ടൈൽസിന്റെ ഒരു ഷോറൂം തന്നെയാണ് ഇത്. പ്രിയ കൂട്ടുകാരെ, കൊച്ചി സാനിവേഴ്സിന് 7 ബ്രാഞ്ചസ് ഉണ്ട്. ഇത് ഇവിടെ തീരുന്നില്ല. ഇഷ്ടം പോലെ ഇനി കാണാൻ കിടക്കും. ഇതുണ്ടോ, ഇഷ്ടം പോലെ പറഞ്ഞ വെറൈറ്റിയുടെ ഒരു പേരളിയാണ് ഇവിടെ. ഇതുണ്ടോ, ഇങ്ങോട്ട് കേട്ടോ, ഇതുണ്ടോ, കേട്ടോ, കേട്ടോ. രസമായത് കാണാൻ. എല്ലാം വെറൈറ്റി. ഒരു വീട് വെക്കുമ്പം ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ടൈൽസ് മേടിച്ചോണ്ടേ പോകത്തുള്ളൂ. ഇത്രയും മനോഹരമായ ടൈൽസുകളാണ് കൊച്ചി സാനിവേഴ്സ് നിങ്ങൾക്കായിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, ശരിക്കും ഇതൊരു വെറൈറ്റി ഷോറൂം തന്നെയാണ്. ടൈൽസിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇവിടെ വന്നൊരു വീട് പണിയുവാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പൊൻകുന്നം കൊച്ചി സാനിവേഴ്സിൽ വന്നാൽ നിങ്ങൾ ഇവിടുന്ന് ടൈൽസ് എടുത്തുകൊണ്ടേ പോകുന്നുള്ളൂ. കാരണം അതുപോലെ വെറൈറ്റീസ് ഉണ്ട്. പ്രിയ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പൊൻകുന്നം കൊച്ചിൻ സാനിവേഴ്സിൻ്റെ മാനേജറായ സോണിച്ചേട്ടനാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. കൊച്ചി സാനിവേഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ടൈൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ വെറൈറ്റികളെ കുറിച്ചൊക്കെ സോണിച്ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. സോണിച്ചേട്ടാ, നമസ്കാരമുണ്ട്. എത്ര വർഷമായി ഇവിടെ? ഞാൻ 15 വർഷത്തോളമായി. 15 വർഷമായി. ഈ സ്ഥാപനം 25 വർഷത്തിനല്ലേ? റിയലേ? നമുക്ക് 7 ബ്രാഞ്ച് ഉണ്ടല്ലേ? 7 ബ്രാഞ്ചസ് ഉണ്ട്. 7 ബ്രാഞ്ച്. അപ്പം ഇവിടുത്തെ മാനേജറാണ് സോണിച്ചേട്ടൻ. ഇവിടുത്തെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ഇപ്പോൾ പുതിയ വീട് വെക്കുന്ന ആൾക്കാരൊക്കെ ഇത് കാണും, ഇവിടെ വരണം. തീർച്ചയായും അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് കജാരിയ, RAK, സിംബോളോ, മോട്ടോ, പിന്നെ അതർ ബ്രാൻഡുകൾ. അങ്ങനെയാണ് നമ്മൾ ബ്രാൻഡുകൾ ചെയ്യുന്നത്. പിന്നെ ബിഗ് സൈസ് ആയിട്ടുള്ളത്, അതായത് 6x4, പിന്നെ 168, 4x2, അങ്ങനെയുള്ള ബിഗ് സൈസ് ആയിട്ടുള്ള സ്ലാബുകളാണ് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കിച്ചൺ സ്ലാബുകളായിട്ട് കൗണ്ടർ ടോപ്പായിട്ട് നമ്മൾ 15 തിക്കൻസ് ഉള്ള സ്ലാബുകൾ 8x2 സൈസിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ബാത്റൂം വോളായിട്ട് നമ്മൾ 168 ആ സൈസിൽ 4x2 ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് നമ്മൾ പീസ് അങ്ങനെ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന ഷോപ്പിൽ കാണുന്ന ഏത് സെലക്ട് ചെയ്താലും എവിടെയാണെങ്കിലും കൊണ്ട് എത്തിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി ഉള്ള തീർച്ചയായും 100% വിശ്വസിക്കാം. കൊച്ചി സാനിവേഴ്സിനെ 100% വിശ്വസിക്കാം. വീട് വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സോണിച്ചേട്ടനോട് ബന്ധപ്പെടണം. ഈ നമ്പർ നമ്മൾ താഴെ കാണിക്കുന്നതായിരിക്കും, അല്ലേ? തീർച്ചയായും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കൊച്ചിൻ സാനിവേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ സോണിച്ചേട്ടൻ, നമ്മുടെ ഇവിടുത്തെ പൊൻകുന്നത്തെ മാനേജർ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പൊൻകുന്നം ടൗണിൽ നിന്ന് 20 മൈൽ എന്ന് പറയും, 1.5 കിലോമീറ്ററേ ഉള്ളൂ. ധൈര്യമായിട്ട് ഇവിടെ വരാം, പർച്ചേസ് ചെയ്യാം. പല വെറൈറ്റികൾ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കറങ്ങിയിട്ട് വരും. വാ. അതുപോലെ തന്നെ നമ്മൾ ടൈലിൽ ലേ ചെയ്യുമ്പോൾ അഡീസീവിലാണ് നമ്മൾ ലേ ചെയ്യുന്നത്. സിമിലിന് പകരമായിട്ട് നമ്മൾ അഡീസീവ് ആണ് ഉപയോഗിക്കുന്നത്. അത് പല ഗ്രേഡിലുള്ള അഡീസീവ് നമ്മളതിൽ അവൈലബിൾ ആണ്. പിന്നെ സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞ ലിക്വിഡ് ഫ്ലോട്ട് ടൈൽ വിരിക്കുന്നതിന് എയർ ക്യാപ്പ് വരാതിരിക്കാൻ വേണ്ടി സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞ ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൊറോക്കൻ ടൈൽസിന്റെ ഒരു വെറൈറ്റി കാണിക്കാം. വാ. അപ്പോൾ കൂട്ടുകാരെ, RAK, സിംബോളോ, മോട്ടോ എന്ന് പറഞ്ഞ ഈ 3 പ്രശസ്തമായ കമ്പനിയുടെ ഒരു വൻ ശേഖരം കൊച്ചി സാനിവേഴ്സ് പൊൻകുന്നത്തെ കാണിക്കാം. RAK സെറാമിക്സ്, അടിപൊളി, സൂപ്പർ. കണ്ടോ കൂട്ടുകാർ, ഇത് നമ്മൾ പറഞ്ഞു കേട്ടതിനേക്കാൾ വലിയ ഒരു സംഭവമാണ് കൊച്ചി സാനിവേഴ്സ് പൊൻകുന്നം. കാരണം നമ്മളിത് വന്ന് കണ്ടാലേ ഇതിനകത്തുള്ള വെറൈറ്റികൾ, ഇതിങ്ങനെ കാണുന്നതല്ല, നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാലേ ഇതിൻ്റെ വെറൈറ്റികൾ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ വീട് പണിയുന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊച്ചിൻ സാനിവേഴ്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. 101% നിങ്ങൾക്ക് വിശ്വസിക്കാം. കേരളത്തിൽ എവിടെയും ഇവരുടെ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ വന്ന് നേരിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്രാനൈറ്റിന്റെ ഒരു സെലക്ഷൻ അവിടെ ഉണ്ട്. അത് നമ്മുടെ തന്നെ ഇതിന്റെ തൊട്ട് താഴെ തന്നെയാണ്. കാണാൻ പറ്റുമോ? കാണാം, തീർച്ചയായും കാണാം. അതുപോലെ നമ്മുടെ ഇത് കഴിഞ്ഞാൽ നമ്മൾ സാനിറ്ററി വൈസിലേക്ക് പോകാം. സാനിറ്ററി വൈസ് നമ്മുടെ അപ്പുറത്തെ ഒരു ബിൽഡിങ്ങിലാണ്. അവിടെ തന്നെയാണ് ഓഫീസും കാര്യങ്ങളെല്ലാം. അവിടെ ബാക്കിയുള്ള ഡീലിംഗ് എല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് തൊട്ട് താഴെയുള്ള ഗ്രാനൈറ്റിന്റെ ഷോറൂം കണ്ടിട്ട് തൊട്ട് അപ്പുറത്തുള്ള ഇവരുടെ തന്നെ ബ്രാഞ്ചായ സാനിറ്ററി സെക്ഷൻ പോയി കാണാം. കൂട്ടുകാരെ, കൊച്ചി സാനിവേഴ്സിന്റെ ഗ്രാനൈറ്റിന്റെ ഒരു കിടിലൻ ഷോറൂം തന്നെയാണ് ഇത്. കേട്ടോ, ഇതിവിടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ കൂട്ടുകാരാണ്.
ഗ്രാനൈറ്റിന്റെ പല വെറൈറ്റികളായിട്ടുള്ള ഒരു ഷോറൂമാണിത്. അപ്പോൾ കൊച്ചിൻ സാനിവേഴ്സിലെ ഗ്രാനൈറ്റിന്റെ ഷോറൂമിൽ ഇതേ നമ്മുടെ എല്ലാ ചങ്കുകളും നിരന്ന് വെപ്പുണ്ട്. ഇതേ എന്നോട് വിശേഷം ലോഡ് കയറ്റുന്ന കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഓക്കെ അല്ലേ? ചോറുണ്ടോ? ഇതേ വിളിച്ചേട്ടൻ നിൽക്കുന്നത് എല്ലാം നമ്മുടെ ചങ്കുകളാണ്. അടിപൊളി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കൊച്ചി സാനിവേഴ്സിന്റെ സാനിറ്ററി സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. കാണാം. കൊച്ചി സാനിവേഴ്സിന്റെ സാനിറ്ററി സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമസ്കാരം. പേര് ജിസിൻ. അപ്പോൾ നമ്മൾ കൊച്ചി സാനിവേഴ്സിന്റെ തന്നെ സാനിറ്ററി സെക്ഷന്റെ ഫ്ലോർ മാനേജറായ ജിജിൻ ചേട്ടൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ജിജിൻ ചേട്ടൻ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ഇവിടുത്തെ വെറൈറ്റികൾ, കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു തരുന്നതായിരിക്കും. ജിജിൻ ചേട്ടാ നമസ്കാരം. എന്നാണ് വിശേഷം? സന്തോഷമായി. ചോറുണ്ടോ? ചോറുണ്ട്. എവിടെയായിരുന്നു വീട്? വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടടുത്ത് തന്നെയാണ്. അതെ, 5 കിലോമീറ്റർ. അതാണ് തൊട്ടടുത്ത്. അതെ. എന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളെ പ്രേക്ഷകരോടൊന്ന് വിശദീകരിക്കാം. തീർച്ചയായും. കൂളിംഗ് ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് വേണമെന്നില്ല, കുഴപ്പമില്ല. നമ്മളിവിടെ കൊച്ചിൻ സാനിവേഴ്സ് മെയിൻലി പൊൻകുന്നം ഷോറൂമിൽ ചെയ്യുന്നത് ജാഗ്വാർ, ഇൻഡ്യുവെയർ, കെറോവേറ്റ് എന്ന് പറയുന്ന 3 ബ്രാൻഡുകളാണ് ചെയ്യുന്നത്. അതിൻ്റെ സാനിറ്ററി വിങ് ആണ് നമുക്കിവിടെ ഉള്ളത്. അതേപോലെ തന്നെ നമുക്കിവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കബോർഡ് ബേസൻസ് ഉണ്ട്. അത് സ്റ്റൈലക്സ് എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്. പിന്നെ കിച്ചൺ സിങ്കുകളുണ്ട്. ഫ്രാങ്ക് എന്ന് പറയുന്ന ബ്രാൻഡ്, അത് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. സ്മാക്ക് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹ്യൂസോ എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് ഹോബാൻ ചിമിനി, ഫാബർ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രാൻഡ് ചെയ്യുന്നു. അത്രയും ബ്രാൻഡുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മറ്റ് അതർ ബ്രാൻഡ്സും ഉണ്ട്. മെയിൻലി ചെയ്യുന്ന ബ്രാൻഡുകൾ ഇതാണ്. നമുക്കിപ്പോൾ അതായത് കെറോവേറ്റിൻ്റെ സെക്ഷനിലേക്ക് കിടക്കാം. ഇതാണ് കജേറിയയുടെ സാനിറ്ററി വിങ് ആയിട്ടുള്ള കെറോവേറ്റ്. കെറോവേറ്റിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. കെറോവേറ്റിൻ്റെ ക്ലോസറ്റ്സ്, വാൾ മൗണ്ടിങ് ക്ലോസറ്റ്സ് ഉണ്ട്, ഫ്ലോർ മൗണ്ടിങ് ക്ലോസറ്റുകളുണ്ട്, വാഷ് ബേസൻസ് ഉണ്ട്. അതേപോലെ തന്നെ കെറോവേറ്റിൻ്റെ ടേബിൾ ടോപ്പ് ബേസൻസ് ഉണ്ട്. കെറോവേറ്റിൻ്റെ ടാപ്പ് ഐറ്റംസ്, ഫോസറ്റ്സ് എല്ലാം തന്നെ നമ്മളിവിടെ ഉണ്ട്. ഡൈവേർട്ടേഴ്സ് ഉണ്ട്, മിക്സേഴ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാ പ്രോഡക്ട്സും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് കെറോവേറ്റിൻ്റെ. അതേപോലെ തന്നെ നമ്മൾ ജാഗ്വാറും നമ്മൾ അതേപോലെ ചെയ്യുന്നുണ്ട്. ജാഗ്വാർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇപ്പം മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രോഡക്റ്റുകളിലൊന്നാണ് ജാഗ്വാർ. ജാഗ്വാറിൻ്റെ സെക്ഷനാണ് മേളിൽ കാണുന്നത്. നമുക്ക് അവിടേക്ക് പോവാം. അപ്പോൾ നമ്മൾ ജാഗ്വാറിന്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. ജിജിയുടെ എല്ലാം നമ്മളെ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ബ്രാൻഡുകളിലൊന്നാണ് ജാഗ്വാർ. അത് സാനിറ്ററിയിലും അതേപോലെ തന്നെ ഫോസറ്റ്സിൽ ഏകദേശം 55 മുതൽ 60 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ബ്രാൻഡാണ് ജാഗ്വാർ എന്ന് പറയുന്നത്. ജാഗ്വാറിൻ്റെ ഡൈവേർട്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഡൈവേർട്ടറിൽ തന്നെ പല മോഡൽസ് ഉണ്ട്. 2-way ഡൈവേർട്ടേഴ്സ് ഉണ്ട്, 3-way ഡൈവേർട്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അക്വമാക്സ് ഡൈവേർട്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ തന്നെ തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓൾഡ് ടൈപ്പ് മിക്സറുകളുണ്ട്. ഇതൊക്കെ പഴയ മോഡലുകളാണ്. പിന്നെ നമ്മുടെ കിച്ചൺ സിങ്കുകളുടെ ടാപ്പുകളുണ്ട്, സിങ്ക് മിക്സേഴ്സ് ഉണ്ട്. അതേപോലെ ജാഗ്വാറിൽ ഇതേപോലെ നമ്മൾ സിംഗിൾ പീസ് യൂണിറ്റ് ക്ലോസറ്റുകൾ വരുന്നുണ്ട്, വാൾ മൗണ്ടിങ് ക്ലോസറ്റുകൾ വരുന്നുണ്ട്, ടേബിൾ ടോപ്പ് ബേസൻസ് വരുന്നുണ്ട്. അത് ഗ്ലാസ് പാർട്ടീഷൻസ്, ഇതേപോലെയുള്ള ഗ്ലാസ് പാർട്ടീഷൻസ്, ക്യൂബിക്കിൾസ് വരുന്നുണ്ട് ജാഗ്വാറിൽ. ടബുകൾ വരുന്നുണ്ട്. ടബുകൾ തന്നെ പലതരം ടബുകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ സ്മോൾ ടബാണ്. അതുപോലെ തന്നെ ജാക്കോസി ടൈപ്പ് ടബുകൾ വരുന്നുണ്ട്, ലാർജ് ടബുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷവർ പാനൽസ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റുകളും ജാഗ്വാറിനുണ്ട്. ആ പ്രോഡക്റ്റുകളെല്ലാം തന്നെ കൊച്ചിൻ സാനിവേഴ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് സെക്ഷനിലേക്ക് പോകും. സിങ്ക് ആൻഡ് ഹോം ആൻഡ് സിങ്ക്. ഇതാണ് കിച്ചൺ സിങ്കുകളുടെ സെക്ഷൻ. കിച്ചൺ സിങ്കുകൾ ഹോബ് ആൻഡ് ചിമ്നീസുമാണ് ഇവിടെ ചെയ്യുന്നത്. കിച്ചൺ സിങ്കുകൾ നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഫ്രാങ്ക് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഫ്രാങ്ക് ഇപ്പം സ്വിസ് ബ്രാൻഡാണ്. ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സിങ്കുകളിൽ ഒന്നാണ് ഫ്രാങ്ക് എന്ന് പറയുന്ന സിങ്ക്. അവരുടെ തന്നെ മിഷൻ മെയ്ഡ് സിങ്കുകളും ഹാൻഡ് മെയ്ഡ് സിങ്കുകളും നമുക്ക് അവൈലബിൾ ആണ്. 1 mm തിക്നെസ്സിൽ വരുന്ന സിങ്കുകളാണ് നമുക്ക് ഫ്രാങ്കയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സിങ്കുകളിൽ ഒന്നാണ് ഫ്രാങ്ക് സിങ്ക്. അതിൽ തന്നെ ഹാൻഡ് മെയ്ഡ് സിങ്കുകളാണ്. ഇത് ഹാൻഡ് മെയ്ഡ് സിങ്കുകളാണ്. ഫ്രാങ്കയുടെ ഹാൻഡ് മെയ്ഡ് സിങ്കുകളാണ്. പിന്നെ ഉള്ളത് നമ്മള് സ്മാക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. സ്മാക്കും ഇന്റർനാഷണൽ ബ്രാൻഡാണ്, സ്വീഡിഷ് ബ്രാൻഡാണ്. സ്വീഡിഷ് ബ്രാൻഡ് അതിന് ഹാൻഡ് മെയ്ഡും അല്ലാതെ മെഷീൻ മെയ്ഡ് സിങ്കുകളുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽ സിങ്കാണ് ഈ പുൾ ഔട്ട് ടൈപ്പ് ടാപ്പുകളുള്ള സിങ്ക്. അതായത് ഇങ്ങനെ വലിച്ചെടുത്ത് കഴുകാൻ പറ്റുന്ന ടാപ്പുകളുള്ള സിങ്ക്. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന സിങ്ക് കിച്ചൺ സിങ്കുകളാണിത്.
ഈ മോഡൽ സിംഗിൾ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം 10,000 രൂപ തൊട്ട് ഒരു 1,00,000 രൂപ വരെയുള്ള റേറ്റിലുള്ള ഈ മോഡൽ സിംഗിൾ നമുക്ക് അവൈലബിൾ ആണ്. 304 ഗ്രേഡിൽ വരുന്നത് ഏറ്റവും നല്ല സ്റ്റീൽ എന്ന് പറയുന്നത് 304 ഗ്രേഡാണ്. 304 ഗ്രേഡ് സ്റ്റീലാണ്. 304 ഗ്രേഡിലുള്ള ഈ പുൾ ഔട്ട് ടൈപ്പ് ടാപ്പുകൾ അടങ്ങുന്ന സിങ്ക് നമുക്ക് കൊച്ചിൻ സാനിവേഴ്സിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഇത് ഫാബറിന്റെ ഹോബ് ആൻഡ് ചിമിനി സെക്ഷൻ. ഫാബറിന്റെ ഹോബ് ആൻഡ് ചിമിനിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും നല്ല ഹോബും ചിമിനിയും ഫാബറാണ്. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഹോബും ചിമിനി, അതായത് പല കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഹോബും ചിമിനി സെയിൽ എടുക്കുന്നത് ഫാബറാണ്. ഫാബർ, യെസ്, ഫാബറിന്റെ എല്ലാ മോഡൽ ചിമിനീസും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. കുറെ മോഡലുകൾ വരാനുണ്ട്, എന്നാലും ഒരു 90% മോഡൽസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഫാബറിന്റെ ചിമിനീസ് 60, 90, 75 മൂന്ന് അളവിലാണ് വരുന്നത്. 60, 75 and 90. അത് മൂന്ന് അളവിലുള്ള ചിമിനികൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹോബുകള് 3 ബർണറുകളുണ്ട്, 4 ബർണറുകളുണ്ട്, 5 ബർണറുകൾ. എല്ലാ മോഡല് ഹോബുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇല്ല, അപ്പൊ ഇവിടെ വന്ന സകല സംഭവം കിട്ടും. കൂട്ടുകാരെ, നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട്. ഞാൻ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്, ഈ കൊച്ചു സാനിവേഴ്സിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. പക്ഷെ ഇത്രയും വെറൈറ്റി ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ വരിക. വില കാര്യങ്ങളൊക്കെ നമുക്ക് മിതമായ നിരക്കിലൊക്കെ അല്ലേ? തീർച്ചയായും ചെയ്യാം. ഇനി അത് മാത്രമല്ല, നമുക്ക് കബോർഡ് ബേസൻസ് ഉണ്ട്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് കബോർഡ് ബേസൻസ് അല്ല, ഇതിന്റെ പേര് ക്വാർട്സ് എന്നാണ് പറയുന്നത്. ക്വാർട്സ് മൈൻ ചെയ്തെടുക്കുന്ന ഒരു മിനറൽ ആണ്. ആ മിനറൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ക്വാർട്സ്. ഈ ക്വാർട്സ് നമ്മൾ കിച്ചൺ സ്ലാബുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ മാർക്കറ്റിൽ വളരെയധികം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡലാണ്. ടൈൽസിനെക്കാട്ടിലും ഗ്രാനൈറ്റിനെക്കാട്ടിലും കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ക്വാർട്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇതുകൊണ്ട് സിങ്കുകൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മോൾഡ് ചെയ്തിട്ടുണ്ടോ, സാധാരണ ടൈലുകളോ ഗ്രാനൈറ്റുകളോ ജോയിന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ജോയിന്റുകൾ അറിയാൻ പറ്റും. എന്നാൽ ക്വാർട്സ് ചെയ്യുകയാണെങ്കിൽ ജോയിന്റ് അറിയാത്ത രീതിയിൽ 2 പീസുകൾ ബഫ് ചെയ്ത് ജോയിന്റ്ലെസ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. യെസ്, അതാണ് ക്വാർട്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ സ്റ്റെയിൻ ഒരിക്കലും പിടിക്കത്തുമില്ല ക്വാർട്സ്. ഇതൊരു പുതിയ അറിവാ സത്യം. കൂട്ടുകാർ, ഇതാണ് പറഞ്ഞത്. പല വെറൈറ്റിയിലുള്ള പല രീതിയിലുള്ള സംഭവങ്ങൾ കൊച്ചു സാനിവേഴ്സിൽ ഉണ്ട്. കണ്ടില്ലേ നിങ്ങൾ? വരിക, വന്നിട്ട് നേരിട്ട് കാണുക. വാനിറ്റിയുടെ അല്ലെങ്കിൽ കബോർഡ് ബേസൻസിന്റെ ഒരു ഹ്യൂജ് കളക്ഷൻ നമുക്കുണ്ട്. സ്റ്റൈലസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. 3 ഇയർ വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്, 10 ഇയർ സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല വാനിറ്റിയുടെ അല്ലെങ്കിൽ കബോർഡ് ബേസൻസിന്റെ ഒരു ശേഖരം തന്നെ നമുക്കുണ്ട്. അതിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. ടേബിൾ ടോപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, വോളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. പല രീതിയിലുള്ള മോഡലുകൾ നമുക്ക് ഇതൊക്കെ അടിപൊളിയാണ്. ഇതൊക്കെ വെറൈറ്റി സാധനമാണ്. ടേബിൾ ടോപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതല്ലാതെ നമുക്ക് വേറെ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളെന്ന് പറയാം. നമ്മൾ വാട്ടർ ഹീറ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ജാഗ്വാറിന്റെ തന്നെ ഇലക്ട്രിക് വാട്ടർ ഹീറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്ററുകളും അവൈലബിൾ ആണ്. സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ ചെയ്യുന്ന വി-ഗാർഡിന്റെ അതെ, വി-ഗാർഡിന്റെ സോളാർ വാട്ടർ ഹീറ്ററുകൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വാൾപേപ്പേഴ്സ്, പഴയ മോഹൻലാലിന്റെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് വാൾപേപ്പർ എന്ന് പറയുന്ന സാധനം. ആ വാൾപേപ്പറും കൊച്ചിൻ സാനിവേഴ്സിൽ അവൈലബിൾ ആണ്. അതിന്റെ ഒരു വൈഡ് കളക്ഷൻ തന്നെ നമുക്കുണ്ട്. എഗൈൻസ്റ്റ് ഓർഡർ ആണ് നമ്മളത് പർച്ചേസ് ചെയ്ത് കസ്റ്റമേഴ്സ്. അതായത് നമ്മുടെ കസ്റ്റമർ ഓർഡർ ചെയ്തതിനനുസരിച്ച് നമുക്ക് ഡിസൈൻസ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഡിസൈൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ 3 ഡേയ്സ് കസ്റ്റമേഴ്സിന് ഇത് നമുക്ക് ഡെലിവറി ചെയ്യാം. കൂട്ടുകാരെ, ജിജാൻ ഈ വാൾപേപ്പറിന്റെ കാര്യം പറഞ്ഞു പെട്ടെന്നൊരു സിനിമ, ലാലേട്ടന്റെ സിനിമ എനിക്ക് ഓർമ്മ വന്നു. TP ബാലഗോപാലൻ MA. അദ്ദേഹം ജീവിക്കാൻ ഗതിയില്ലാതെ ഇങ്ങനെ നടന്നൊരു വാൾപേപ്പർ ഒരു വീട്ടിൽ ഒട്ടിച്ചിട്ട് മഷി തേച്ചിട്ട് അദ്ദേഹത്തെ ഓടിക്കുന്ന ഒരു സീനുണ്ട്. പെട്ടെന്ന് അതാണ് ഇവിടെ ഓടിക്കുന്നില്ല. ഇല്ല, ഇതാരും ഓടിക്കത്തില്ല. പക്കായല്ലേ? 100% വിശ്വസിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ. ഫോഴ്സ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഫോഴ്സയുടെ ടച്ച് മിറേഴ്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ടച്ച് ചെയ്ത് വീണ്ടും അതെ.
അതായത് 3 മോഡുണ്ട് അതിൽ. അതെ അതെ, മോർണിംഗ് മോഡ്, ഈവനിങ് മോഡ്, അങ്ങനെ പറയുന്ന 2-3 മോഡുകൾ, നൈറ്റ് മോഡും, ഈ 3 മോഡുകൾ നമുക്ക് ഈ മിററിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ വൈഡ് കളക്ഷൻസ് നമുക്കുണ്ട്. അതെ അതെ, ഇതെല്ലാം ടച്ച് മിറേഴ്സ്. അതിൽ ഇത് അപ്പുറത്ത് ആ ഇരിക്കുന്ന 2 മോഡലുകൾ, അതുപോലെ അവരുടെ ബോക്സ് മിറേഴ്സ് നമുക്ക് സ്റ്റോറേജ് ഉള്ള ബോക്സ് മിററുകൾ അവിടെ അവൈലബിൾ ആണ്. ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും നല്ല ബ്രാൻഡുകളിലൊന്നാണ് ഫോസയുടെ എല്ലാ പ്രോഡക്ട്സും കൊച്ചിൻ സാനിവേഴ്സിൽ അവൈലബിൾ ആണ്. കൊച്ചിൻ സാനിവേഴ്സിൽ വരുവാണെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബ്രാൻഡുകളാണ് ഇവിടെ തീർച്ചയായും നമ്മൾ കസ്റ്റമേഴ്സിന് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ബ്രാൻഡുകൾ നമ്മൾ കൊടുക്കണം. അവർക്ക് അവരുടെ സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കണം. തീർച്ചയായും അല്ലേ? വീണ്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ്. നമ്മളെ ബ്രാൻഡുകളെ കുറിച്ച് കുറച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ കടന്നു വന്നിട്ട് കൊച്ചിൻ സാനിവേഴ്സ് നല്ലതാണ്, കൊച്ചിൻ സാനിവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നല്ല പ്രൊഡക്റ്റ് കിട്ടും, നല്ല സർവീസ് കിട്ടുമെന്ന് അവർ മൗത്ത് പബ്ലിസിറ്റി ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഷോപ്പിന്റെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ഫോക്കസ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സിനിമയുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന പോലെ മൗത്ത് പബ്ലിസിറ്റി. യെസ്. ഇത് യുണൈറ്റഡ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സെപ്റ്റിക് ടാങ്കാണ് നമുക്ക് അവൈലബിൾ. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സെപ്റ്റിക് ടാങ്കുകളൊന്നാണ്. അതിന്റെ എല്ലാ വെറൈറ്റീസ്, അതായത് ഫ്ലഷ് കപ്പാസിറ്റിയിൽ ലിറ്റർ കപ്പാസിറ്റിയിൽ പറയുന്നുണ്ട്, അതിന്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്, ഹൈക്കൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്റ്റീൽ വാട്ടർ ടാങ്ക്സ് 500 ലിറ്റർ മുതൽ 2000 ലിറ്റർ വരെ വിത്ത് സ്റ്റാൻഡ് നമുക്ക് അവൈലബിൾ ആണ്. വിത്ത് സ്റ്റാൻഡ് വർഷയുടെ സ്റ്റാൻഡ് വാട്ടർ ടാങ്ക് വിത്ത് 4 അടി പൊക്കവും 6 അടി പൊക്കമുള്ള സ്റ്റാൻഡുള്ള വാട്ടർ ടാങ്കുകളും ഈസി ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ടാങ്കുകളും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ റൂഫിംഗ് ടൈൽസ്, നിങ്ങൾ അപ്പുറത്തെ ഷോപ്പിൽ കണ്ടിരുന്നോ റൂഫിംഗ് ടൈൽസ്, അതായത് കജേറിയുടെ ഓടുകൾ, റൂഫിംഗ് ടൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. യെസ്. അപ്പോൾ കൂട്ടുകാരെ ഇത് കണ്ടോ, എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് കൊച്ചിൻ സാനിറ്ററി ഷോപ്പിൽ കിട്ടുന്നത്. അപ്പം എല്ലാവരും കടന്നു വരിക, പർച്ചേസ് ചെയ്യുക. കൂട്ടുകാരെ, പൊൻകുന്നത്തുള്ള നമ്മുടെ ലീലാമഹലിന്റെ തൊട്ടടുത്തുള്ള മണ്ഡപത്തിൽ ഡോർ ഹൗസ് ആൻഡ് അലുമിനിയം വേൾഡിന്റെ ഒരു വിശാലമായ ഷോറൂമിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. വാ. ഇവിടെയും ഓണത്തിന് ഓഫറുണ്ട്, ധൈര്യമായിട്ട് വരാം. ഈ വഴിക്ക് പോകുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കയറിക്കോ. ഡോറുകളുടെ, വാതിലുകളുടെ ഒരു മാസ്മരിക ലോകം തന്നെയാണ് മണ്ഡപത്തിൽ ഡോർ ഹൗസ്. അടിപൊളി. വിജയോ, നമസ്കാരം. എന്നോട് വിശേഷമൊക്കെ ചെയ്യുന്നു. തിരക്കാണ്, മുമ്പ് വന്നപ്പോൾ കണ്ടില്ല. എവിടെയായിരുന്നു? കുഴപ്പമില്ല, കർക്കിടക മാസമൊക്കെ ആയിക്കൊണ്ടുള്ള ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അതിന് കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ പോകുന്നു. ന്യായമായ നല്ല കച്ചവടങ്ങളൊക്കെ ഒരു വാതിലടഞ്ഞാൽ 7 വാതിൽ തുറക്കെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ ഇരിക്കുന്നത്, ഈശോപ്പ. അപ്പം ഇവിടെ വാതിലുകളുടെ ഒരു കളക്ഷൻസിന്റെ ബഹളമാണ്. ഇവിടുത്തെ നമ്മുടെ ഈ വാതിലുകളെ കുറിച്ചും അച്ചായന്റെ കടയെ കുറിച്ചും ഒക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് വിശദമായിട്ടൊന്ന്. നമ്മളിതിപ്പോൾ ഒരു 20 വർഷത്തോളമായി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം നമ്മുടെ പൊൻകുന്നത്ത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു കടയാണ്. അലുമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിലുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന, നമ്മൾ അതിന് ചെറിയൊരു അലുമിനിയം ഫാബ്രിക്കേഷൻ മെറ്റീരിയലൊക്കെ ആയിട്ട് തുടങ്ങിയ ഒരു കടയാണ്. അതിപ്പോൾ നമ്മളൊരു കുറച്ചുകൂടി നല്ലൊരു ബിൽഡിങ്ങിലോട്ട് മാറി, കുറച്ചുകൂടി നല്ല ഏരിയ ഒക്കെ ആയിട്ട് മെറ്റീരിയലിന് വേണ്ട, അതായത് ഫാബ്രിക്കേഷൻ മെറ്റീരിയലിന് വേണ്ട എല്ലാ ഐറ്റംസുകളും കൊടുക്കുന്ന ഒരു കടയായിട്ട് നമ്മൾ ഇതിനെ മാറ്റിയെടുക്കും, വിപുലീകരിച്ച്. ഇത് ബാത്റൂമിനുള്ള ഡോറുകളാണ് ഈ ഇരിക്കുന്നത്, ഇതെല്ലാം വരുന്നത്. പിന്നെ ഈ ഇരിക്കുന്ന ഡോറുകൾ ഇതെല്ലാം ഇത് ഫൈബർ ഡോറുകളാണ്, FRP ഡോർ എന്ന് പറഞ്ഞ ഫൈബർ ഡോറുകൾ. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ഡോറാണ്. പിന്നെ ഇതിൻ്റെ ബെഡ്റൂമിന് വരുന്ന, ബെഡ്റൂംസിനൊക്കെ വരുന്ന ഡോറുകളാണ് ഈ വരുന്ന ഡോറുകൾ. പിന്നെ ഇതെല്ലാം FRP ഡോറുകളാണ്. ഇതെല്ലാം ഫൈബറാണ് സാർ? ഇത് ഫൈബറാണ്. അതുപോലെ തന്നെ ഇത് PVC ഡോറുകളാണ്. ഇത് നമ്മളൊരു പുതിയ മോഡല്, ഇത് ശലോട് രീതിയിലുള്ള സെക്ഷനൊക്കെ ഇട്ട് സാധാരണ ചെയ്യുന്ന, നമ്മൾ ചെറിയ ഫ്രെയിമൊക്കെ ഇട്ട് സാധാരണ രീതിയിലാണ് ചെയ്തത്. ഇത് വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന ഇതിലുള്ള എല്ലാ ടൈപ്പുള്ള ഡോറുകളും നമ്മുടെ ഉണ്ട്. പിന്നെ ഇത് ഡിജിറ്റൽ ഡോറുകൾ എന്ന് പറയും. ഡിജിറ്റൽ ഡോർ എന്ന് പറയുമ്പോൾ, ഡിജിറ്റൽ ഡോർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അതിൻ്റെ പ്രിന്റ് ഉള്ള ടൈപ്പുള്ള ഡോറുകളാണ്. ഈ ഇരിക്കുന്നതെല്ലാം അതിൻ്റെ പല പല ഡിസൈനുകളാണ്.
ചേച്ചാ അപ്പൊ വാതിലുകളുടെ ഇതെല്ലാം കണ്ടു, പക്ഷെ ഇതൊക്കെ എന്തോ വെച്ചാ ഇതൊക്കെ അതിന് വേണ്ട ആക്സസറീസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ഇതൊന്ന് പരിചയപ്പെടുത്തോ നമ്മുടെ പ്രേക്ഷകർക്ക്? വേണ്ട എല്ലാ ഐറ്റംസുകളും നമുക്കുണ്ട്. പശയാണോ? ഇതിന്റെ പശകള്, പിന്നെ അതിന്റെ ലോക്ക് ഐറ്റംസുകള്, പിന്നെ അതിന്റെ സ്ക്രൂ ഐറ്റംസ്, പിന്നെ അതിന്റെ ഈ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ കബോർഡുകൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് കിച്ചൺ കബോർഡുകൾ അങ്ങനെ ചെയ്യുന്നതിന്റെ ആക്സസറീസ് ആണ്. അതായത് കട്ട്ലറി, പിന്നെ അതിന്റെ പിന്നെ പ്ലേറ്റ് വെക്കുന്ന ഐറ്റംസുകൾ, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് കിച്ചണിലോട്ട് താഴെയൊക്കെയായിട്ട് വെക്കുന്ന ഐറ്റംസുകളാണ് ഈ മേളിലേക്ക്. ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അതനുസരിച്ചുള്ള അവിടെ വന്ന വീടുകളിൽ അളവെടുത്ത് ആ അളവിനുള്ള കബോർഡുകളും, അതുപോലെ തന്നെ ഈ ടിവിയുടെ പുതിയ യൂണിറ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വാഷ് ബേസിന്റെ സംഭവങ്ങൾ, അങ്ങനെയുള്ള സിങ്കൊക്കെ ഇങ്ങനെ ചെയ്യുന്ന പല ടൈപ്പുകൾ പുതിയ അതിന്റെയൊക്കെ ഒരേ ടൈപ്പുകളാണ് ഈ പറയുന്ന വാൾ പാനലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വാൾ പാനലുകളാണ്. ഇതിന്റെയൊക്കെ ഒത്തിരി ഡിസൈനുകൾ, വെറൈറ്റികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ താഴത്തെ ഗോഡൗണിന്റെ അകത്താണ് ഇരിക്കുന്നത്. വർക്ക്ഷോപ്പ് ഉണ്ട്. നമുക്ക് പിന്നെ ഈ ഒരു ഗോഡൗൺ ഉണ്ട്. മെറ്റീരിയൽ സപ്ലൈ ആണ് നമ്മൾ കൂടുതലും ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു വീട്ടിൽ വന്നപ്പോൾ പുതിയ വീട് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് അതിന്റെ അളവ് എടുത്തിട്ട്, ഇപ്പൊ ടി വിക്കാണ് തന്നെ പല ഇഞ്ചുണ്ട്, 55, 40, 45 ഒക്കെ. അപ്പൊ അതിന്റെ അളവ് എടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് അത് ചെയ്തു തരും. നമ്മുടെ വാൾ പാനലുകൾ, വാളിലൊക്കെ ചെയ്യുന്നതിനുള്ള പുതിയ പുതിയ ടൈപ്പുകൾ ഇറങ്ങിയിരിക്കുന്ന പാനലുകളാണ്. ഇതിന്റെ ഒരു കുറച്ചുകൂടി നല്ല ഇതായിട്ടുള്ള ഇത് നമ്മുടെ ഗോഡൗണിലുണ്ട്. നമുക്ക് അതും കൂടെ കാണാം. കൂട്ടുകാരെ, ഈ വീഡിയോ കാണുന്ന ഫാബ്രിക് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മണ്ഡപത്തിൽ ഡോർ ഹൗസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇവിടുത്തെ ഡീറ്റെയിൽസുകൾ അറിയാൻ, ഇവിടെ വരാനുള്ള കാരണം ഇതുവഴി പോയപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഡോർ ഹൗസ്, അത് പല വെറൈറ്റിയുള്ള ഡോർ ഹൗസ് കണ്ടുകൊണ്ടാണ് ഇതൊരു ഞങ്ങൾക്കൊരു പ്രചോദനമായത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിക്കാം. ഇനി നമുക്ക് താഴെ നമ്മുടെ അലുമിനിയത്തിൻ്റെ ഗോഡൗണിലേക്ക് പോകാം. വാ. ഇതാണ് മണ്ഡപത്തിൽ ഡോർ ഹൗസിന്റെ അലുമിനിയം മെറ്റീരിയലിന്റെ ഗോഡൗണ്. കണ്ടോ, വിശാലമായ ഗോഡൗണാണ് ഇവിടെ. കണ്ടോ, വിശാലമായ ഗോഡൗണാണ്. എല്ലാവിധ മെറ്റീരിയലും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. കണ്ടോ, വിശാലമായ ഗോഡൗൺ. കണ്ടോ, എല്ലാവിധ ഐറ്റം ഉണ്ട്. ഇവിടുത്തെ ഈ മെറ്റീരിയലിനെ കുറിച്ച് ഒന്ന് പറയാമോ? മെറ്റീരിയൽ സീലിംഗ് മെറ്റീരിയൽ ഉണ്ട്, റൂഫ് ചെയ്യുന്ന സീലിംഗ് ചെയ്യുന്ന മെറ്റീരിയൽ, പിന്നെ കബോർഡിന്റെ ഐറ്റംസ് ഉണ്ട്. കിച്ചൺ കബോർഡ്, വാർഡ്രോബ്, പിന്നെ വാൾ പാനലുകൾ, PVC WPC വാൾ പാനലുകളുണ്ട്. ഒരുപാട് വെറൈറ്റി വാൾ പാനലുണ്ട്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നു സീലിംഗിന്റെ മെറ്റീരിയൽ, കബോർഡിന്റെ, കിച്ചൺ കബോർഡിന്റെ, TV യൂണിറ്റിന്റെ ഒക്കെ ഉപയോഗിക്കുന്ന ഷീറ്റുകൾ, നല്ല അലുമിനിയം ഫ്രെയിമുകൾ. കൂട്ടുകാരെ, ഏത് കടയിൽ ചെന്നാലും ഇപ്പോൾ ഓണം വരുവാണ്, ഓഫറുകളുണ്ട്. ചേട്ടാ, ഈ കടയിൽ മണ്ഡപത്തിൽ ഡോർ ഹൗസിൽ ഓണത്തിന് ഓഫറുണ്ടോ? ഓഫറുണ്ട്, രണ്ട് കമ്പനികളുടെ ഓഫറുണ്ട്. അതെങ്ങനെ ഓഫറിന്റെ സമ്മാന കൂപ്പൺ? അവരുടെ ഇത് മെറ്റീരിയൽ മേടിക്കുമ്പം ഒരു ഷീറ്റിന് ഒരു കൂപ്പൺ വെച്ച് സമ്മാന കൂപ്പൺ ഉണ്ട്. PVC ഷീറ്റുകളുടെ കളക്ഷനാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന പുതിയ ഐറ്റംസുകളാണ്. ഇതിന്റെ എല്ലാം ഒത്തിരി വെറൈറ്റികളാണ്. ഇതിന്റെ എല്ലാം കളറിന്റെ ഒരു ഷെയ്ഡുകളാണ്. ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഐറ്റംസ് ആണ്. ഇതിന്റെ പല പല കളറുകളാണ്. ഇതും പല ടൈപ്പ് കളറുകളാണ്. പിന്നെ നമ്മുടെ ഉള്ളത് ACP ഷീറ്റുകളാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ACP ഷീറ്റുകളാണ്. ACPയുടെ പല ടൈപ്പുള്ള കളറുകള്, പല ഡിസൈനുകള്, പിന്നെ വുഡിന്റെ കളറുകള്, പിന്നെ പല ഡിസൈനുകളുണ്ട് നമ്മുടെ. ഇതെല്ലാം ACP ഷീറ്റുകളുടെ വെറൈറ്റി കളക്ഷനുകൾ. പുതിയ വന്നതാണ്. അപ്പൊ കൂട്ടുകാരെ, മണ്ഡപത്തിൽ ഡോർ ഹൗസിൽ വരാൻ സാധിച്ചാലും ഇവിടെ അച്ഛനെ പരിചയപ്പെടാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം. ഇതുവഴി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ സന്ദർശിക്കുക. അതുപോലെ വെറൈറ്റി ഡോറുകളുടെ, അലുമിനിയത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും പരിചയപ്പെടുന്ന ഒരു സന്തോഷം അച്ഛൻ. പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മൾ പൊൻകുത്തുള്ള ലീലാമകളുടെ അടുത്തുള്ള മണ്ഡപത്തിൽ ഡോർ ഹൗസിന് തൊട്ടടുത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാറ്റിച്ചേട്ടൻ്റെ ബ്രിട്ടീഷ് ഫർണിച്ചറിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകൾ കാണാം. അപ്പോൾ പറഞ്ഞേട്ടോട്ടോ. വാ ചേട്ടാ, നമസ്കാരം. കച്ചവട കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ മാറ്റുചേട്ടനോട്, ഈ മാറ്റുചേട്ടൻ മലയാള സിനിമയെന്നല്ല,
ഇന്ത്യൻ സിനിമയിലെ ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിച്ച ഒരു നടന്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവാണ്. ആരാ കസിനാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുക. പണം അതിന് പിന്നാലെ ഒരു കുതിരയെ പോലെ നാം പറയണം. വേറെ ആരുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ബാബു ആന്റണി. നമ്മളെല്ലാം ബാബുച്ചായെന്ന് വിളിക്കും. ബാബുച്ചായന്റെ കസിനാണ് മാറ്റച്ചേട്ടൻ. അപ്പം വർഷങ്ങളായിട്ട്, എത്ര വർഷമായി മാറ്റച്ചേട്ടൻ നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? ഒരു 10-20 വർഷമായി. അപ്പുറമായിരുന്നു, ഇപ്പുറത്തോട്ട് മാറ്റിയാണ്. എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. നമ്മുടെ ഈ ബ്രിട്ടീഷ് ഫർണിച്ചർ എന്നുള്ള പേരിടാൻ കാരണം? പഴയ കാലത്ത് എനിക്കൊരു ഓട്ടോമൊബൈൽ വ്യവസായമായിരുന്നു. അതിന് അങ്ങനെ ഒരു പേര് വന്നു. ആ പേര് തന്നെ ആ പേര് ഇഷ്ടപ്പെട്ടു. ബ്രിട്ടൻ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. എന്തായാലും പേര് ഇഷ്ടമാണ്. അടുത്ത് വരെ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഈ ഫർണിച്ചറിനെ കുറിച്ച്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് വിശദീകരിക്കാമോ? ഇതിനെ കുറിച്ച് നമ്മള് തടിയുടെ ഉണ്ട്, സ്റ്റീലാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. സ്റ്റീല് സ്റ്റീൽ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഉണ്ട്. നമ്മള് മറ്റേ കേരളത്തിന് വെളിയിലോട്ട് കേരളത്തിൽ എവിടെയും കേരളത്തിലവിടെ ഹോൾസെയിൽ ഉണ്ടായിരുന്നു. അതിപ്പോ ഇച്ചിരി ഡൗൺ ആണ്. റീറ്റെയിൽ കച്ചവടം കൂടുതലും ചെയ്യുന്നത്. കൂടുതൽ. അപ്പൊ ഇവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പ് കാര്യങ്ങളുണ്ട്. സ്വന്തമായിട്ടുണ്ട്. താഴെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ നമുക്കിത് ഒന്ന് കാണാനോ? മാനേജേട്ടാ, ഇതിപ്പോ നമ്മള് ഇത് മേശ, ഡൈനിങ് ടേബിൾ ആണ്. അപ്പൊ ഇത് ഏത് തടി കൊണ്ടുണ്ടാക്കിയത്? തേക്ക് തടി കൊണ്ടുള്ള 5-3 സൈസ്. 4 പേർക്ക് ഇരിക്കാം. അപ്പൊ 4 കസേര വിത്ത് ഇത്. ഇതിന്റെ മേളിൽ ഗ്ലാസ് വരും. നമ്മൾ ഈ തടി കാണാൻ വേണ്ടി ഗ്ലാസ് ഇടാതിരിക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഗ്ലാസ് കല്ലൊക്കെ എടുത്തില്ല? ഇവിടെ കല്ലിടാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു. ശരി. അപ്പൊ ഇതും തേക്കാണോ? ഇതും തേക്ക് തന്നെയാണ്. സെറ്റിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് തേക്കാം. ഇതെല്ലാം നമ്മൾ ഇതെല്ലാം തേക്കിന്റെ? അതെ അല്ലേ? കട്ടില് ഇതെല്ലാം തേക്കിന്റെ. അപ്പൊ നമ്മുടെ ഇവിടെ വില കാര്യങ്ങളൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ്. അതെ. മാറ്റിച്ചേട്ടാ, ഇതോ? ഇത് ലോക്കല്ല, കുറഞ്ഞ സാധനം. ഇതൊക്കെ വരുമ്പോ ഒരു 1500 രൂപ റേഞ്ചിൽ. 1500 രൂപ. കിടക്കുന്നതൊക്കെ ഒരു 4000-5000 രൂപ. അതല്ലേ? ഇത് ഈ സെറ്റിങ് കാര്യങ്ങളും സെറ്റിയൊക്കെ വരുമ്പോഴത്തേനും ഒരു 30,000 രൂപ അടുത്ത് വരും. 30,000 രൂപ അടുത്ത് വരും. മറ്റേ ആകുമ്പോ ഒരു 25,000 രൂപ. 25,000 രൂപ. ഇതെല്ലാം തേക്കാണ് മെയിൻ. ആരും തേക്കത്തില്ലല്ലോ. അലമാരി കാര്യങ്ങളും ഇത് അത് ഈ സ്റ്റീലാണ്. അതിലിങ്ങനെ തടിയുടെ ഡിസൈൻ ഉണ്ട്. ഇതിനൊക്കെ വില വരുന്നത്? അത് വരുമ്പോ ഒരു 10 രൂപയ്ക്ക് അടുത്ത് വരും. അങ്ങേരത്തെ നടുക്കത്തെ വരുമ്പോ ഒരു 17,000 രൂപ, ഒരു 15,000 രൂപ, അതൊരു 13,000 രൂപ. ആ റേഞ്ചിലൊക്കെ വരും. നമുക്ക് ബെഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കസേരയുണ്ട്. സ്റ്റീലിന്റെ ആണ് നമ്മുടെ മെയിൻ അല്ലേ? പ്രധാനമായിട്ടും. വർഷോപ്പ് താഴെ സ്റ്റീലങ്ങനെ ഷോക്ക് ചെയ്തില്ല. ഉണ്ടാക്കുന്ന പോകുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫർണിച്ചർ ഏതും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ബ്രിട്ടീഷ് ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെടാം. മിതമായ നിരക്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ഇവിടെ വർക്ക്ഷോപ്പുണ്ട്, കാര്യങ്ങളുണ്ട്. മാർട്ടിൻ ചേട്ടൻ ഏത് സമയത്തും റെഡിയാണ്. ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാർട്ടിൻ ചേട്ടൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫർണിച്ചർ ഏതായാലും, അത് സ്റ്റീലിൻ്റെ ആണെങ്കിലും തടിയുടെ ആണെങ്കിലും തേക്കിൻ്റെ, നിങ്ങൾ കണ്ടല്ലോ, ഏതായാലും മാർട്ടിൻ ചേട്ടൻ റെഡിയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് കാണാൻ പോകുന്നതാണ്. നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു ലീലാമഹൽ തിയേറ്റർ ആയിരുന്നു, ഇപ്പോൾ ഓഡിറ്റോറിയമാണ്. ഒരു കാലത്ത് പൊൻകുന്നത്തിൻ്റെ രോമാഞ്ച കുഞ്ചുകമായിരുന്ന ഒരു തിയേറ്ററാണ്. ഈ തിയേറ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം, ഒരു കാലത്ത് വില്ലനായി വന്ന് നായകനായി ഒരുപാട് ഭാഷകളിലൊക്കെ അഭിനയിച്ച ശ്രീ ബാബു ആന്റണി, അതായത് ഞങ്ങൾ പൊൻകുന്നക്കാർ ബാബുച്ചായെന്ന് വിളിക്കും, ബാബുച്ചായൻ്റെ പെങ്ങൾ ലീലാമ്മ ചേച്ചിയുടെ തിയേറ്ററാണ്. ഇപ്പോൾ ഓഡിറ്റോറിയമാണ്. ഒരു കാലത്ത് പൊൻകുന്നക്കാരുടെ ഒരു തരംഗമായിരുന്നു. ഇവിടെ കയറി ഇടിച്ചു കുത്തി എത്ര സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ലാലേട്ടനൊക്കെ ഇഷ്ടപ്പെടോടോ. ആര്യൻ, ഇന്ദ്രജാലം, മണിച്ചിത്രത്താഴ്, മമ്മൂക്കാട്, ഇതൊന്നും വേണ്ട, മലയാള സിനിമയിലെ സകല താരങ്ങളുടെ സിനിമ കാണാൻ ഇതുവഴിയൊക്കെ ഓടി നടന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സ്കൂൾ വരെ കട്ട് ചെയ്തിട്ട്, കോളേജ് വരെ കട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടിട്ടുണ്ട്. അത്രയും ഒരു നൊസ്റ്റാൾജിയാണ് ഈ തിയേറ്റർ. കണ്ടോ, ലീലാമ ഇപ്പോൾ ഓഡിറ്റോറിയമാണ്. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ട്രാവലിംഗ് തോട്ട്സിൻ്റെ പൊൻകുന്നം പാർട്ട് 2 എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇതിൻ്റെ തുടർ കാഴ്ചകളുണ്ട്. എന്തായാലും നല്ലവരായ പൊൻകുന്നക്കാർക്ക് ഒരുപാട് നന്ദി. വീണ്ടും നിങ്ങൾ ഞങ്ങളുടെ എപ്പിസോഡുകൾ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ നിങ്ങളുടെ സ്ഥാപനങ്ങൾ എന്തും ആയിക്കോട്ടെ, വ്യാപാര സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ അത് പരസ്യം ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ
നമ്മളുമായിട്ട് ബന്ധപ്പെടുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. സുലാൻ.